எதிர்பார்த்ததுதான் இவங்க என்ன பண்ணுவாருன்னு சொல்லிட்டு பல இடங்களில் இருந்துள்ள പ്രതികരണങ്ങൾ വരുന്നു. வேலை செஞ்சோம், எல்லாமே பண்ணோம். அண்ணா வந்தாங்க, அவ்வளோ ஒரு ஹாப்பியா இருக்கு. இந்த மூமெண்ட்ஸை சொல்றதுக்கு வார்த்தையே இல்லை. அண்ணா எப்போ வருவாங்க, எப்போ சிஎம் ஆவாங்க. இந்த 1 வீக் வந்து எங்கள் ஏரியா, எங்கள் தொகுதியில் எல்லாருமே வந்து பார்த்திங்கன்னா மாதவர தொகுதியிலேருந்து வரேன், பிரபு சார் தொகுதியிலேருந்து வரேன். ஸோ எங்கள் ஏரியாவில் எல்லாருமே வந்து எப்போ எப்போ எப்போன்னு இந்த 4-5 நாள் காத்துட்டு இருந்தோம். இன்றைக்கி வந்து அப்படி ஒரு மூமெண்ட்ஸ் பார்க்க தான் വന്നിരിക്കും. ரொம்ப ഹാപ്പി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ അഭിജിത്ത് പ്രവർത്തകർക്ക് വലിയ ആഹ്ലാദമാണ്, വലിയ ആവേശമാണ് അല്ലേ? ஹாப்பியாக இருக்கோம். நாங்கள் காரைக்குடி சட்டமன்ற தொகுதியிலேருந்து வரோம். டாக்டர் டி.கே. பிரபு அவர்கள் வந்து அமைச்சராக பதவியேற்கிறாங்க. அவங்களுடைய கட்சி சார்பாக நாங்கள் வந்திருக்கோம் எல்லாருமே. ரொம்ப சந்தோஷமாக இருக்குது. ஃபஸ்ட் டைமாக ஒரு 50 வருஷம் 55 வருஷம் கழித்து ஒரு புது மனிதன் மக்களுக்காக இன்றைக்கி வந்து ஒரு முதலமைச்சராக பதவியேற்கிறத வந்து ரொம்ப സന്തോഷം. ആഹ്ലാദമൊക്കെ പ്രവർത്തകർക്കുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ കുറേ പേർക്ക് ഇതിനകത്തേക്ക് ചെന്ന് നേരിട്ട് ഈ കാഴ്ചയൊന്നും കാണാനായി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു നിരാശ ചിക്കെങ്കിലും ഉണ്ട്. ഇനിയെങ്കിലും അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നത് കാണാം. ചിലർ ഇപ്പോൾ പാസുമായി ഓടി അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. അമ്മ ഗൂരങ് ഹാപ്പിയാ? ரொம்ப ஹாப்பியா இருக்கிறோம். தளபதி வராரு, ரொம்ப ஹாப்பியா இருக்கிறோம். മകിഴ്ചയാകുന്നത്, ரொம்ப ഹാപ്പിയാ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട്ടും വിജയ് ആരാധകരുടെ ആഹ്ലാദമാണ്. ഇക്ബാൽ, അങ്ങനെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. എന്താണ് അവിടെ വിജയ് ആരാധകരുടെ ആഹ്ലാദ പ്രകടനം, എങ്ങനെ പോകുന്നു? ഇക്ബാൽ, കേൾക്കാമെങ്കിൽ? പാലക്കാട് ഇപ്പോൾ വിജയ് ആരാധകരും അതുപോലെ തന്നെ ടി.വി.കെ പ്രവർത്തകരും വലിയ ആവേശത്തിൽ അവർ ഈ വിജയുടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വലിയ ആഘോഷവും സന്തോഷവും തീർക്കുകയാണ്. ഇവിടെ പാലക്കാട് ആരോമ തിയേറ്ററിന് മുന്നിലാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ടി.വി.കെയുടെ പ്രവർത്തകർ മുഴുവനും ഈ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി പാലക്കാടുള്ള എല്ലാ ടി.വി.കെ പ്രവർത്തകരും അതുപോലെ തന്നെ വിജയ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും എല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇവിടെ പുറത്തിറങ്ങിക്കൊണ്ട് മധുരം വിതരണം ചെയ്യുകയും അതിനുശേഷം ഇവരുടെ ഇഷ്ടം വെച്ച ഈ ഒരു സന്ദർഭം അവർ ആഘോഷമാക്കുകയാണ്. ഇവിടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും കുട്ടി വിജയ് ആരാധകൻ മുതൽ ഏറ്റവും മുതിർന്ന വിജയ് ആരാധകൻ വരെ ഇവിടേക്ക് എത്തി ടി.വി.കെയുടെ ഈ സർക്കാർ രൂപീകരണം, വിജയുടെ ഈ CM ആയുള്ള സത്യപ്രതിജ്ഞ, അതെല്ലാം വലിയ രീതിയിൽ അവർ ആഘോഷിക്കുകയാണ്. എവിടുന്നാ വരുന്നത്? ഞാൻ പുതുപ്പേരത്തെ യൂണിറ്റ് 15 വർഷമായിട്ട് ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട്. വിജയ് ഉണ്ടാക്കിയത് ഫാൻസ് അല്ല, സാമ്രാജ്യമാണ്. സാമ്രാജ്യം 30 വർഷത്തെ സാമ്രാജ്യം. ഇനി തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കും. വിജയിന്റെ ഭരണമാണ്. ജോസഫ് സി വിജയ് എന്നും ഞാൻ തമിഴ്നാട്ടിൽ മുതമന്ത്രിയാക പദവിയേറ്റ് മക്കൾ പണിയിൽ ഈടുപെടുവേൻ. വിജയ് തളപതി, ഇത് ഞങ്ങളുടെ സ്വപ്നമാണ്. 30 വർഷത്തെ സ്വപ്നം. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ണിക്കണ്ണൻ മംഗളാമും അതുപോലെ തന്നെ അതിനൊപ്പം വിജയുടെ പാലക്കാട്ടെ ഈ ഫാൻസ് അസോസിയേഷനിലെ ഭാരവാഹികളും അവരോട് ഇവിടുത്തെ പ്രവർത്തകരും എല്ലാം വലിയ രീതിയിൽ എന്ത് തോന്നി പെട്ടെന്ന് മുഖ്യമന്ത്രി സി വിജയ് എന്ന് പറഞ്ഞ സമയത്ത്? എന്റെ പൊന്നു മക്കളെ, ഇനി വീൽ ചെയറിൽ ഇരിക്കാൻ കിടക്കാൻ തിരിച്ചു വരുന്ന ഒരു കോൺഫിഡൻസ് ലക്ഷ്യമാണ് നമ്മുടെ വിജയൻ. എന്ത് പ്രശ്നം വന്നാലും തളരാതിരിക്കാം. തമിഴ്നാട് ചരിത്രം കുറിക്കാൻ പോണെന്ന് എന്റെ തോളിൽ കയറ്റപ്പെട്ട ജീവിതം. ഇതുപോലെ ഒരുപാട് ചേച്ചിമാരെ എവിടുന്നാ വരുന്നത്? കൊല്ലങ്കോട്. വിജയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയ് ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ആളാണ്. അഭിനയിച്ച് വരുമ്പോ തന്നെ ഇതെന്ത് മൂഞ്ചി എന്ന് പറഞ്ഞു. ആ അടിച്ചമർത്തപ്പെട്ടതിൽ നിന്ന് വലിയ ഉയരത്തിലെത്തിയ പോസിറ്റീവ് കാര്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ. എന്ത് തോന്നി പെട്ടെന്ന് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത്? എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. ആക്ച്വലി എനിക്ക് പോളിറ്റിക്സിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. ബട്ട് വിജയണ്ണന് വേണ്ടി ഞാൻ ടി.വി.കെ ജോയിൻ ചെയ്തതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇത് സക്സസ് ആയിട്ട് പോകണം എന്ന് എൻ്റെ ആഗ്രഹം.